മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. പടം ഫസ്റ്റ് ഡേ തിയേറ്ററിൽ കണ്ട സമയത്ത് ഞാനും പെട്ടെന്ന് ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ പടത്തിൽ മൊത്തം നിറയെ പെണ്ണുങ്ങൾ. അപ്പോൾ ഞാനും പൂജിച്ച് ഇങ്ങനെ സംസാരിച്ചത് നോക്കി നമ്മുടെ പടത്തിൽ മൊത്തം പെണ്ണുങ്ങളാണ്. ഞാനും പൂജിച്ചും സിദ്ധാർത്ഥാരനുള്ള സീൻ എടുക്കാൻ ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. അതായത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ചിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ചുമ്മാ സെറ്റിലിരിക്കുമ്പോൾ തന്നെ പൂജിച്ച് ഹേ സുലു, ഹായ് സുലു അങ്ങനെ പറയാം. ഞാനും ഇങ്ങനെ പലരുടെയും സാധനങ്ങൾ ഇങ്ങനെ ലിപ്സിങ് ചെയ്തിട്ട് ഇപ്പൊ എന്റെ എന്തെങ്കിലും സാധനങ്ങൾ ആരെങ്കിലും ചെയ്തിടുന്നതാണ്. അയ്യോ ഞാനിപ്പോ എവിടെയാ ആ ഒരു സ്റ്റേജ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ. നച്ചു എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയില്ല. അതിന് മുന്നേ ഞാൻ പ്രേമലുവിന്റെ സക്സസ് മീറ്റിനാണ് നച്ചുവിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഞാനിങ്ങനെ ഒരു ഈ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ പടത്തിൽ ഞാനുണ്ട്, എന്നെ ഓഡീഷൻ ചെയ്ത് സുലു എന്ന് പറയുന്ന ക്യാരക്ടറോ അങ്ങനെ എന്തോ ആണ്. എനിക്കപ്പോൾ കറക്റ്റ് അറിയില്ലായിരുന്നു. ഞാൻ മൈക്രോബയോളജിസ്റ്റ് ആണെന്നുള്ള കാര്യം അവിടെ എല്ലാവരും അറിയുന്നത് പടം തീരാറായപ്പോഴാണ്. നച്ചു പോലും അറിയുന്നത് പടം തീരാറായപ്പോഴാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ ശരിക്കും മൈക്രോബയോളജിസ്റ്റ് ആണെന്നുള്ളത്. നമ്മളെ ഒട്ടും അറിയാത്ത ഒരാള് നമ്മളെ വന്നിട്ട് നമ്മുടെ ബോഡീനെ പറ്റിയിട്ട് വേണ്ടാത്ത രീതിയിലും അതുപോലെ ഭയങ്കര നമുക്ക് ഹേർട്ടാവുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നന്നായിട്ട് ഹേർട്ടായിട്ടുണ്ട്. ആ സമയത്ത് സാധിക്കണമെന്ന് ആഗ്രഹമുള്ളത് എനിക്ക് ഇന്ദ്രൻ ചേട്ടനെ നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആക്ടറാണ് ഇന്ദ്രൻ ചേട്ടൻ. ക്യൂ സ്റ്റുഡിയോയിൽ ഇന്ന് നമ്മളോടൊപ്പം അഖില ഭാർഗവനാണുള്ളത്. വെൽക്കം. താങ്ക് യു. ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒരു ഹിറ്റ് ഉണ്ടായിരുന്നു, ഈ വർഷം അവസാനിക്കുമ്പോഴും ഒരു ഹിറ്റ് ഉണ്ട്. സൂക്ഷ്മദർശിനി ഭയങ്കര അഭിപ്രായങ്ങളോടുകൂടി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ മൊമെൻറ്റ്? ഹാപ്പിയാണോ? ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇപ്പോൾ എന്താ പറയുക, എന്തായാലും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു വിജയിക്കും എന്നറിയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ ഏറ്റെടുത്ത് കുറേ മെസ്സേജസും കോൾസും ഒക്കെ വരുമ്പോൾ, അതും ക്യാരക്ടർ നന്നായിട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ. ഈ സിനിമയുടെ, അതായത് മലയാള സിനിമ ഭയങ്കര വിജയത്തിൽ പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വന്നൊരു ചർച്ചയാണ് സ്ത്രീ പ്രാതിനിധ്യം ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ അഖില ചെയ്ത 2 സിനിമകളിലും ഒന്നിൽ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് ഷോൾഡർ ചെയ്യുന്നത് മൊത്തത്തിൽ സ്ത്രീകളാണ്. എങ്ങനെയാണ് ആ ഒരു ഇതിനെ നോക്കിക്കാണുന്നത്? ഇത് ഞാനും മിനിയൊന്ന് പടം ഫസ്റ്റ് ഡേ തിയേറ്ററിൽ കണ്ട സമയത്ത് ഞാനും പെട്ടെന്ന് ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ പടത്തിൽ മൊത്തം നിറയെ പെണ്ണുങ്ങൾ. അപ്പോൾ ഞാനും പൂജിച്ച് ഇങ്ങനെ സംസാരിച്ചത് നോക്കി നമ്മുടെ പടത്തിൽ മൊത്തം പെണ്ണുങ്ങളാണ്. അപ്പോൾ അങ്ങനെ തീരെ സ്ത്രീകളില്ല എന്ന് പറയുന്നിടത്തുകൊണ്ട് ഇപ്പോൾ സൂക്ഷ്മദർശിനിയിലോട്ട് എത്തുമ്പോൾ അതായത് സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തോണ്ടുള്ളൊരു സിനിമയാണ് സൂക്ഷ്മദർശിനി. ഇപ്പോൾ കഥ പോകുന്നത് തന്നെ പ്രിയയുടെ ഒരു എന്താ പറയാ ക്യൂരിയസ് ആയിട്ട് നോക്കിക്കൊണ്ട്, അതുപോലെ പ്രിയയുടെ സുഹൃത്തുക്കൾ, നെയ്ബേഴ്സ് എല്ലാം, അതായത് ഏജ് ഡിഫറൻസ് ഇല്ലാതെ പ്രായമായവരും ഉണ്ട്, എന്നാ പിന്നെ ഒരു എന്താ പറയാ ഒരു 20s നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്, കുട്ടിയുണ്ട്, മാളുകുട്ടിയുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് സൂക്ഷ്മദർശിനിയില്. അപ്പൊ അതില് സുലു ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുന്ന, അതായത് കാർത്തു സെലിബ്രേറ്റിംഗ് ആയിരുന്നു. അതായത് അമൽ ഡേവിസ് മറ്റേ പ്രപ്പോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇതായിരുന്നു എന്ന് ചോദിക്കുന്നത് ഭയങ്കര സെലിബ്രേറ്റഡ് ആയിട്ട് സാധനമാണ്. സുലുവിൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുത്ത് പറയുന്നത് എന്ത് വന്നാലും പിക്ക് എടുക്കണം കേട്ടോ എന്ന് പറയുന്നതും, അതുപോലെ തന്നെ മറ്റേ സിദ്ധാർത്ഥ് ഭരതൻ ചാടി വരുമ്പോൾ അപ്പൊ ഞാനെന്താ ഇവിടെ നോക്കാൻ വന്നതാണ് എന്ന് പറയുന്നത്. അത് എനിക്ക് തോന്നുന്നു കാഷ്വൽ ടോക്കാണ്, പക്ഷെ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചിരിച്ചിട്ടുള്ളത്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ ഓർത്തിട്ടുള്ളത് അസ്മയുടെ ആ ചാട്ടവും മാനുവലിക്ക എന്നുള്ള ചാട്ടവും പിന്നെ ഞാനെന്താ ഇവിടെ എന്നുള്ള ചോദ്യമായിരിക്കും ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ആ ഒരു ഇതിൽ ഫീൽ ചെയ്തിരുന്നു ഇത് വർക്കാവും? ശരിക്കും പറഞ്ഞാൽ ഞാനും പൂജിച്ചും സിദ്ധാർത്ഥാരനുള്ള സീൻ എടുക്കാൻ ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. അതായത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേറെ ഏത് സീൻ ഷൂട്ട് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ ഇടയിൽ ചുമ്മാ ഈ സീനൊക്കെ വന്ന് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യും. ഇത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അപ്പോൾ ഇതിനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് അതെങ്ങനെയായിരിക്കും എടുക്കാൻ പോണേ, അതായത് ഇപ്പോൾ സ്ക്രിപ്റ്റിൽ ഉള്ള പോലെയല്ല ഇപ്പോൾ എടുത്തിട്ടുള്ളത്. കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് സമീർക്ക്, വളരെ നല്ല രീതിയിൽ അതിനെ മാറ്റിയിട്ടുണ്ട്. അപ്പം അതെങ്ങനെയായിരിക്കും എടുക്കുക, നമ്മൾ എന്താ ചെയ്യുക, എന്താ പറയുക, നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെ വേണം, അതൊക്കെ ഞാനും പൂജിച്ചും തമ്മിൽ ഡിസ്കസ് ചെയ്യായിരുന്നു. ആ ഒരു ഡിസ്കഷൻ്റെ നല്ലൊരു റിസൾട്ട് അതിന് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു.
അത് എന്താ പറയാ, പിന്നെ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇത് ഇങ്ങനെ പറഞ്ഞ് ചിരിക്കും. നമ്മൾ ചുമ്മാ സെറ്റിലിരിക്കുമ്പോൾ തന്നെ പൂജേച്ചി ഹേ സുലു, ഹായ് സുലു അങ്ങനെ പറയാ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ചിരിച്ചിരിച്ച് ഇതിനി ഓഡിയൻസ് എങ്ങനെ എടുക്കും, ചിരി വരില്ലയോ എന്നുള്ള ഒരു ഇതും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല രീതിയിൽ എല്ലാവരും ഇപ്പൊ പറയണത് ആ ഒരു സീനാണ് നന്നായിട്ട് വർക്കായിട്ടുണ്ടെന്ന്. ഇപ്പം അഖിലയുടെ ഒരു ജേർണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ സ്ക്രീൻ ടു ബിഗ് സ്ക്രീൻ ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ്, അതായത് റീല് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ ആളുകൾ അതിനെ കുറച്ചും കൂടി പ്രൊഫഷണലി അപ്രോച്ച് ചെയ്യാറുണ്ട്, റീൽ എടുക്കുന്ന ഒരാൾ എന്ന് പറയുന്നതിന്. പക്ഷേ അഖില ചെയ്യുന്ന കാലഘട്ടത്ത് അത് എന്താ പറയുക, റീൽ എടുക്കുക ഒരു ഷെയ്മിങ് കണക്ക് ആളുകൾ നോക്കുന്നത്, അതായത് കോളേജിലൊക്കെ കണ്ടിട്ടുണ്ട് കളിയാക്കുന്നത്, അവൾ റീൽ എടുത്ത് നടക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് അഖില റീല് തുടങ്ങുന്നത്. അതിനുശേഷം ബിഗ് സ്ക്രീനിലേക്ക് വരിക. അതെങ്ങനെയായിരുന്നു ആ ജേർണി? ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഡബ് സ്മാഷ് മ്യൂസിക്കലി ആ സമയം തൊട്ട് ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണതാണ്. അങ്ങനെയാണ് ഞാൻ നമ്മുടെ ബഡായ് ബംഗ്ലാവിൽ ആരി ചേച്ചിയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് അത് അവരെ കണ്ട് അങ്ങോട്ട് തന്നെ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇങ്ങനെ ടിക്ടോക്ക് വന്നു. ടിക്ടോക്കിലൂടെ ചുമ്മാ ഓരോരോ പാട്ടും ലിപ്സിംഗ് ഒക്കെ കൊടുത്ത് ചെയ്തിടാൻ തുടങ്ങി. പിന്നെ ഒരു അഭിനയം ഇഷ്ടമായിരുന്നു ആ സമയത്ത്, അഭിനയിക്കാനും ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ സിനിമയിൽ എത്തണമെന്നോ അങ്ങനെ ഭയങ്കര ഇതൊന്നും ഉണ്ടായിട്ട് ചെയ്യണതല്ല, ചുമ്മാ ഒരു ടൈം പാസിന് ചെയ്തിട്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോഴാണ് ഞാനും പിപിയും കൂടെ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ഒരു സാധനം ഞങ്ങൾ ഫോണിലായിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു റീൽ എന്തോ ഭയങ്കര വൈറലായി. അപ്പം ഞങ്ങൾക്ക് തോന്നി ഇതിന് കുറച്ചുകൂടി ഒന്ന് നല്ല രീതിയിൽ നല്ല ക്ലാരിറ്റി ഉള്ള സാധനങ്ങൾ കുറച്ചുകൂടി നല്ല ഭംഗിയിൽ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം എന്നുള്ള ഇതിൽ ഞങ്ങൾ അങ്ങനെ ക്യാമറ മേടിച്ചു, ലൈറ്റ് മേടിച്ചു, കുറച്ച് എഫേർട്ട് ഇട്ടു നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ. അങ്ങനെ നല്ല സാധനങ്ങൾ, നല്ല മൂവി സീൻസ് ഒക്കെ റീക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്തും എല്ലാവരും ചോദിക്കുമായിരുന്നു എന്തിന്, അതായത് ഒരു പണിയില്ലാണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലിരുന്ന് റീല് ഷൂട്ട് ചെയ്തോണ്ടെങ്കിൽ എങ്ങോട്ടും പോകില്ല, അത്രയും എഫേർട്ട് നമ്മൾ ഇതിലിടുന്നുണ്ട്. അപ്പൊ ആൾക്കാർ നിങ്ങൾക്ക് എന്താ വട്ടാണ് ഇത്, ഇത്രയും സമയം കളഞ്ഞിട്ട് ഇത് ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തിട്ട് വെറുതെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാനാണ്, എന്തിനാണ്, അതിനെ കൊണ്ട് എന്താ ഗുണം, അങ്ങനെയൊക്കെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കണ്ടിട്ടാണ് എന്നെ അനുരാഗിലോട്ട് വിളിക്കുന്നത്. അനുരാഗി എന്നാണ് ഞാൻ സിനിമയിലോട്ട് എത്തുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പോലും ഇങ്ങനെ ഇൻസ്റ്റഗ്രാം റീൽ എടുത്തു വന്നതിൻ്റെ ഒരു ഇതാണ്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. മീൻസ് ഇപ്പോഴും പുതിയ കുട്ടികളൊക്കെ ഇപ്പൊ ചെയ്തിടുന്നത് എല്ലാ ആൾക്കാരും സിനിമയിൽ എത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അവർക്കൊക്കെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീൽ എന്നൊക്കെ പറയണത്. ഇപ്പം അഖിലയുടെ തന്നെ സീൻസ് ആളുകൾ റീല് ചെയ്യാറുണ്ട്. ആ ഒരു തരത്തിലേക്കാണ് ആ വളർച്ച പോണത്. അത് കാണുമ്പോൾ എന്താ തോന്നുന്നത്? ആക്ച്വലി പേഴ്സണലി ഭയങ്കര സന്തോഷമാണത്. അത് കാരണം ഞാനും ഇങ്ങനെ പലരുടെയും സാധനങ്ങൾ ഇങ്ങനെ ലിപ്സിങ് ചെയ്തിട്ട് ഇപ്പൊ എന്റെ എന്തെങ്കിലും സാധനങ്ങൾ ആരെങ്കിലും ചെയ്തിടുന്നതാണ്. അയ്യോ ഞാനിപ്പോ എവിടെയാ, ആ ഒരു സ്റ്റേജ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ. ടിക്ടോക്കിന് വേണ്ടി ഇത്രയും എഫേർട്ട് ഇടുക, ഒരു സാധനം ക്യാമറ വാങ്ങി ഇത് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആരും ഇനിഷ്യേറ്റീവ് എടുക്കാത്ത, അതായത് എല്ലാവരും മാരേജ് ഒരു എന്താണ് ബാരിയർ ആണ് എന്ന് വിശ്വസിക്കുന്നിടത്ത് അഖിലയ്ക്ക് അത് ഭയങ്കര എക്സ്പോഷർ ആണ് തരുന്നത്. ക്യാമറ വാങ്ങുന്നു, നിങ്ങൾ ലൈറ്റ് വാങ്ങുന്നു, നിങ്ങൾ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ക്വാളിറ്റി വൈസ് ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ക്വാളിറ്റി വൈസ് ഭയങ്കര മികവുണ്ടാവുന്നുണ്ട്. ഇത്തരത്തില് ഈ പാർട്ട്ണർഷിപ്പ് എങ്ങനെയാണ് മുമ്പോട്ടുണ്ടാകുന്നത്? എനിക്ക് തോന്നുന്നു സംഗീതും മമിതയും ഒക്കെ സംസാരിക്കുമ്പോൾ പി പി ഭയങ്കര കൂളാണ്, പി പി മുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമന്റിലാണ് പറയണത്. അഖിലയോടൊപ്പം തന്നെ എപ്പോഴും കേൾക്കണ ഒരു പേരാണ് പി പി എന്നുള്ളത്. സോ അതെങ്ങനെയാണ് ലൈഫിനെ സ്വാധീനിച്ചിട്ടല്ലേ? സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരാളെ കിട്ടിയോണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. എന്താ വെച്ചാൽ എന്നെ ഏറ്റവും കൂടുതൽ ഇത് ചെയ്യത് ഇപ്പൊ റീൽ എടുക്കാനാണെങ്കിലും എനിക്ക് ഭയങ്കര മടിയാണ്. ഞാൻ നിൽക്കൂല, ഞാൻ പോവാ, എനിക്ക് മടി എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ നമുക്ക് ചെയ്യാം. പുള്ളിക്കാരനും ഇത് ഇഷ്ടമാണ്, പിപ്പിക്കും ചെയ്യാൻ അഭിനയിക്കുക എന്നൊക്കെ പറയണത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ എന്നെ ഇങ്ങനെ കുത്തിപ്പോക്കും, വാ പോവാം, ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ആ ഒരു സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട് എനിക്ക്. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു സിനിമയുടെ എന്തെങ്കിലും കാര്യം വന്നാലും ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് പിപി ആയിട്ടായിരിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഉണ്ട്, എൻ്റെ എല്ലാ കാര്യങ്ങളിലും പി പി ഉണ്ട്. ആ പി പി ഒരാളുള്ളതുകൊണ്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത് പോലും. ഡാൻസറാണ്. ഇപ്പം അഖിലയ്ക്കൊരു ബ്രേക്ക് തരുന്നത് എപ്പോഴും ആളുകൾ അഖിലേനെ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നത് അനുരാഗിലാണ്.
അതാണ് ബ്രേക്ക്. അതിനകത്ത് ഒരു റീല് ഷൂട്ട് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. ഭയങ്കര ഡാൻസ് കളിക്കുന്ന ഒരാളാണെന്ന് തോന്നിയില്ല. ഭയങ്കര ജോളിയായിട്ടൊരു ഭയങ്കര ഇമ്മച്ചുവർ ആയിട്ടാണ് അത് ചെയ്യുക. സോ ഈ റീൽ എടുക്കുന്നത് പോലെ അല്ല സിനിമയിൽ അഭിനയിക്കുക. റീല് നിങ്ങളുടേതായിട്ടുള്ള ഒരു കംഫർട്ട് സ്പേസിൽ ഇപ്പോൾ മടി പിടിക്കുന്നെങ്കിൽ ഇന്ന് എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് പോവാം. ആ ഒരു രീതിയല്ല സിനിമയിലേക്ക് വരുമ്പോൾ, സംവിധായകരിലേക്ക് വരുമ്പോൾ. റീൽ ടു സിനിമ എന്നാണ് ഏറ്റവും കൂടുതൽ പതറിപ്പോയിട്ടുള്ള ഒരു മൊമെന്റ് എന്തായിരിക്കും? പതറിപ്പോയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ വീട്ടിൽ റീല് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പോർഷൻ പി പി ഷൂട്ട് ചെയ്യും, പി പിയുടെ പോർഷൻ ഞാൻ ഷൂട്ട് ചെയ്യും, പിന്നെ ഞങ്ങൾ തന്നെ എഡിറ്റ് ചെയ്യും, ഞങ്ങൾ തന്നെ എഴുതുന്നു, എല്ലാം ഞങ്ങൾ ആണ്. ഇത് നേരെ ഞാൻ ഷോർട്ട് ഫിലിമിലോട്ട് എത്തിയപ്പോൾ എൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിമാണത്. ഞാൻ അതിന് മുന്നേ ഒന്നും ചെയ്തിട്ടില്ല. ഫസ്റ്റ് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ ആക്ഷൻ കട്ട് എന്നൊക്കെ കേൾക്കാൻ പോകുന്ന ഫസ്റ്റ് മൊമെൻ്റ് ആണ് അത്. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിയണത് ഇതിനൊക്കെ ആയിട്ട് ഓരോരോ ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ ഡയറക്ടർ ഉണ്ട്, സിനിമാറ്റോഗ്രാഫർ ഉണ്ട്, വേറെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നിന്നാണ് അറിയണത്. പിന്നെ അനുരാഗ് തന്നെ ഈ ഫസ്റ്റ് ഷൂട്ട് ചെയ്തത് ആ സീനാണ്, ഡാൻസ് കളിക്കുന്ന സീനാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കിരണേട്ടൻ പറഞ്ഞ എന്താ വെച്ചാൽ അഖിലയായിട്ട് ചുമ്മാ ഇങ്ങനെ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല, അഖിലയായിട്ട് ചെയ്യണമെന്ന് ചെയ്തോ. അങ്ങനെയാണ് അത് ചെയ്തത്. അവിടുന്ന് വീണ്ടും സിനിമയിലോട്ട് എത്തുന്ന സമയത്ത് ഭയങ്കര വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യത്തെ സിനിമ പൂവൻ ചെയ്യുന്ന സമയത്ത് ഒന്നും അറിയില്ല. എന്താ പറയുക, കോസ്റ്റ്യൂമിന് ഒരു ഡിപ്പാർട്ട്മെന്റ്, ക്യാമറയ്ക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ്, ഡയറക്ഷൻ ടീം, അങ്ങനെ എല്ലാത്തിനും ഓരോരോ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ എന്താ ആർട്ടിനൊരു ഡിപ്പാർട്ട്മെന്റ്, എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഓരോരോ ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട്. പിന്നെ എപ്പോഴായാലും ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ എന്തായാലും നല്ല ടെൻഷൻ ഉണ്ടാവും. ആ ഒരു ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പടത്തിലോട്ട് കൂടുതൽ ഇന്നാവാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലി. ഇപ്പം ആര്യയുടെ ഒരു ഇത് ചെയ്തിട്ടാണ്, ഡബ് സ്മാഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ആ ഫസ്റ്റ് കോള് വരുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, എന്നെ വിളിക്കുന്നു എന്നുള്ളൊരു മൊമെന്റ്, അതെങ്ങനെയാണ് ഇപ്പൊ റീകോൾ ചെയ്യുമ്പോൾ? ഞാൻ ആരെ പറ്റിക്കാൻ വിളിക്കുന്നതെന്ന് വിചാരിച്ച് സത്യം പറഞ്ഞാൽ എന്നെ ആദ്യം ഒരാൾ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബഡായി ബംഗ്ലാവിൽ നിന്നാണ് വിളിക്കണത് എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് അവിടെ എത്തുന്ന ഒരിക്കലും വിചാരിച്ചില്ലേ. ഞാൻ ചെയ്ത സാധനം ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു. ഫ്രണ്ട്സാണ് അത് ഫേസ്ബുക്കിൽ എങ്ങനെ ഇട്ടിട്ട്, ആ സമയത്ത് ഇൻസ്റ്റാഗ്രാം അധികം വന്നിട്ടില്ല. അപ്പോൾ ഫേസ്ബുക്കിൽ ഏതോ പേജിൽ നിന്നാണ് ഇത് വൈറലായത്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചു. പിന്നെ അതിൻ്റെ ഡയറക്ടർ ഡയാന മാം നേരിട്ട് വിളിച്ചു. അപ്പോഴാണ് എനിക്ക് വിശ്വാസം വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഒരു എപ്പിസോഡിൽ വന്നിരിക്കാം, നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച്. അവിടെ എത്തിയിട്ടും എനിക്ക് എന്താ നടക്കുന്നതെന്നുള്ളതൊന്നും എനിക്ക് ഭയങ്കര ഒരു മൊമെന്റ് ആയിരുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു TV ഷോ, കുറെ ആൾക്കാർ ഇരുന്ന് കൈയടിക്കുന്നു, ചിരിക്കുന്നു, ഇതൊക്കെ കാണാം. പിന്നെ കുറെ ആക്ടേഴ്സിനെ അന്നാണ്. ഇപ്പം ജയറാമേട്ടൻ ഉണ്ടായിരുന്നു, സലീം ചേട്ടൻ ഉണ്ടായിരുന്നു, അങ്ങനെ കുറെ രമേശ് ചേട്ടൻ, മുകേഷ് ചേട്ടൻ, എല്ലാ ആര്യ ചേച്ചീനൊക്കെ നേരിട്ട് കാണുന്നത് അവിടെ നിന്നാണ്. ശരിക്കും അതായിരുന്നു ഫസ്റ്റ് സാധനം. പിന്നെയാണ് ഇതൊക്കെ വന്നത്. അതായത് ഹസ്ബൻഡ് ഇതിനെ പറ്റി പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു കുട്ടി ഏഷ്യാനെറ്റിൽ എത്തി എന്ന് പറയുന്ന അനുസരിച്ചാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ആ നാട്ടില് അങ്ങനെ നടക്കാത്തൊരു സാധനമാണ്. വീട്ടുകാരെങ്ങനെയാണ് ഇതിനെടുത്തത്? വിശ്വസിച്ചോ ആദ്യം? ഇല്ല, വീട്ടുകാർ ഇതിനെ കണ്ടത് ഇവളെന്തോ എന്തൊക്കെ, ഞാൻ ഇങ്ങനെ റൂമിന്റെ ഉള്ളിൽ കയറി അതിലടിച്ച് എന്തൊക്കെയോ ചെയ്തിടും. അത് മാത്രമല്ല, അത് പിന്നെ അച്ഛനും അമ്മയ്ക്കും ഏട്ടനൊക്കെ കാണിച്ചു കൊടുക്കും. പക്ഷെ ഇത് ഇങ്ങനെയാവുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ ഇത് പറഞ്ഞപ്പോ അവർക്കും ഭയങ്കര ഹാപ്പി ആയിരുന്നു. മീൻസ് ആ ഒരു സമയത്ത് ഈ സിനിമ, ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ അങ്ങനെ ആരും സിനിമയിൽ അഭിനയിക്കുക ഉണ്ടായിരുന്നു. അനശ്വരി ഉണ്ടായിരുന്നു, അല്ലാതെ അങ്ങനെ സിനിമയില് പെൺകുട്ടികൾ കുറവായിരുന്നു ആ ഭാഗത്തുനിന്ന്. അപ്പം അവർക്ക് ആദ്യം ഒരു എന്തോ ഒരു മടി ഉണ്ടായിരുന്നു. ആ സമയമല്ലല്ലോ ഈ സമയം, കുറെ വ്യത്യാസമുണ്ട്. അപ്പോൾ പക്ഷെ എൻ്റെ ഏട്ടൻ ഭയങ്കര സപ്പോർട്ടാണ്. ഏട്ടനാണ് പറഞ്ഞത് പോവാം, നമുക്ക് പോയിട്ട് എന്താന്ന് വെച്ചാൽ നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. ഇപ്പം ചെയ്തിട്ടുള്ള 2 പോപ്പുലർ മൂവീസും അയൽവാശി അടക്കം ഒരു ഫ്രണ്ട്ഷിപ്പ്, ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ്, ഒരു ബോണ്ട് ഉണ്ട്. ഇത് സിനിമയിൽ ഭയങ്കരമായിട്ട് കാണിക്കണം, നിങ്ങൾ തമ്മിൽ ഭയങ്കര ബോണ്ട്. ഇപ്പോൾ കാർത്തുവും റീനു ആണെന്നുണ്ടെങ്കിലും പ്രിയദർശിനിയും സുലു ആണെന്നുണ്ടെങ്കിലും, ഇത് ഈ ഫസ്റ്റ് ഡേ നിങ്ങൾ തമ്മിൽ കാണുമ്പോൾ നിങ്ങൾ അപരിചിതരാണ്, നിങ്ങൾക്ക് തമ്മിൽ അറിയില്ല. ഇത് ബ്രേക്ക് ചെയ്യണമല്ലോ, ഇത് ബ്രേക്ക് ആവണം. അതിനുശേഷം ക്യാമറയ്ക്ക് മുമ്പിൽ നിങ്ങൾ കുറേ നാളായിട്ട് അറിയുന്ന ആളുകൾ പോലെ അഭിനയിക്കണം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്തെടുക്കുന്നത് നിങ്ങൾ? ഇത് പ്രേമലുവിന്റെ കേസിലാണെങ്കിൽ എനിക്ക് അറിയില്ലായിരുന്നു, ആരെയും അറിയില്ലായിരുന്നു. നസ്ലിനെ പരിചയം ഉണ്ടായിരുന്നു, പക്ഷെ അത്രയും ക്ലോസ് അല്ലായിരുന്നു ആ സമയത്ത്.
കണ്ട് അങ്ങനെ പരിചയമുണ്ട്. അല്ലാതെ മമിതേനെ അറിയില്ല, ശ്യാമേട്ടനെ അറിയില്ല, സംഗീതേനെ അറിയില്ല, ആരും അറിയില്ല. അപ്പൊ എനിക്ക് ബാക്കി അവരൊക്കെ കണക്ഷൻ ഉണ്ട്. ഇപ്പൊ നസ്രനായാലും മമിതയും സംഗീതേനൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് ടെൻഷൻ ആയിരുന്നു ഇത് എങ്ങനെ, എനിക്കാണെങ്കിൽ കൂടുതൽ കോമ്പിനേഷൻ മമിതയായിട്ടാണ്. അപ്പൊ എങ്ങനെ ചെയ്യും, ആ ഒരു ഇതില്ലാതെ എങ്ങനെ വർക്കാവോ എന്നുള്ള ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് കോസ്റ്റ്യൂം ട്രയൽ, അങ്ങനെ ലുക്ക് ടെസ്റ്റ്, അങ്ങനെ കുറച്ചൊരു ഗ്രൂമിങ് സെഷൻ വെച്ചായിരുന്നു. അതിന് വന്നപ്പോൾ ഒന്ന് പരിചയപ്പെട്ടു, ഞങ്ങൾ സംസാരിച്ചു, ഓക്കെ കുഴപ്പമില്ലെന്ന് തോന്നി. പിന്നെ ഞങ്ങൾ കാണുന്നത് ട്രിവാൻഡ്രത്ത് ഷൂട്ട് ഉണ്ടായിരുന്നപ്പോഴാണ്. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഭയങ്കര അടിപൊളിയായിട്ട് എല്ലാവരും അവിടെ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ, ശ്യാമേട്ടനും. അവർക്ക് നസ്ലനും സംഗീതനും അവിടെ ഉണ്ടായിരുന്നില്ല, ഷൂട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ സംസാരിച്ച് പിന്നെ വീണ്ടും ഹൈദരാബാദിലോട്ട് എത്തിയപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും കമ്പനി. അതായത് ഞങ്ങൾ താമസിച്ചൊക്കെ ഒരു അപ്പാർട്ട്മെന്റിലാണ്. ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് വന്നിരുന്ന് സംസാരിക്കും, എല്ലാം സംസാരിക്കും. ഞങ്ങൾ രാത്രി നടക്കാൻ പോവും. അന്ന് അവിടെ അങ്ങനെ കുഴപ്പമില്ല, നടക്കാൻ പോവും, അങ്ങനെ ടെറസിൽ കയറിയിരുന്ന് ചുമ്മാ വർത്താനം പറയും. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പരിപാടി. ആ ഒരു ബോണ്ട് പടത്തിൽ നന്നായിട്ട് വർക്കായിട്ടുണ്ട് എല്ലാവരുടെയും. സൂക്ഷ്മദർശനിലോട്ട് എത്തുമ്പോൾ എനിക്ക് ഇതേപോലെ തന്നെ എനിക്ക് നച്ചു എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയില്ല. അതിന് മുന്നേ ഞാൻ പ്രേമലുവിൻ്റെ സക്സസ് മീറ്റിനാണ് നച്ചുവിനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഞാനിങ്ങനെ ഒരു ഈ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ പടത്തിൽ ഞാനുണ്ട്, എന്നെ ഓഡീഷൻ ചെയ്ത് സുലു എന്ന് പറയുന്ന ക്യാരക്ടറോ അങ്ങനെ എന്തോ ആണ്, എനിക്കപ്പോൾ കറക്റ്റ് അറിയില്ലായിരുന്നു, സെലക്ട് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നച്ചു പറഞ്ഞു വെച്ചാൽ ഈ പടത്തിലുള്ള എല്ലാ പെണ്ണുങ്ങളും അടിപൊളിയാണ്, എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും അടിപൊളിയാണ്, അതുകൊണ്ട് ഒന്നും കുഴപ്പമില്ല, നമുക്ക് പൊളിക്കാന്ന് പറഞ്ഞു അന്ന്. പിന്നെ കാണുന്നത് ഷൂട്ടിന്റെ ടൈമിലാണ്. അപ്പൊ എനിക്ക് എങ്ങനെ മിണ്ടണം, എത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും ഒന്നും എനിക്ക് അറിയില്ല. അതുപോലെ എൻ്റെ ഫസ്റ്റ് കോമ്പിനേഷൻ സീൻസ് ഞങ്ങളുടേത് ഒരു സീൻ ഉണ്ടായിരുന്നു. ആ സീനും എനിക്ക് തോന്നുന്നു, എൻ്റെ പേഴ്സണലി ഇത് എനിക്ക് തോന്നുന്നത് അത്ര ഭംഗിയായിട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ആ ഒരു ടെൻഷൻ എൻ്റെ ഉള്ളിലുണ്ട്. ഇങ്ങനെ ഫസ്റ്റ് സീനായിരുന്നു അത് കോമ്പിനേഷൻ. പക്ഷെ അത് പടത്തുനിന്ന് കട്ട് ചെയ്തു, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എന്നാലും പിന്നീട് ഞങ്ങൾ സംസാരിക്കും, ഞങ്ങൾ മൂന്നുപേരും, പൂജിച്ചി, ഞാൻ, നമ്മുടെ ആ ഒരു ട്രയോ നന്നായിട്ട് വർക്കായിട്ട് വന്നു, സംസാരം ഒക്കെ. ഇപ്പം റീലില് അഖിലേനെ കണ്ടിട്ട് ആളുകൾക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. അഖിലേന്റെ മാനറിസം അറിയാം ആളുകൾക്ക്, ഈ കുട്ടി എങ്ങനെയായിരിക്കും ചിരിക്കുക, എങ്ങനെയായിരിക്കും ഇത് ചെയ്യുക എന്നുള്ള ഒരു സാധനം. ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് വേണമല്ലോ ഓരോ ക്യാരക്ടറിലേക്കും കയറാൻ വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാൻസറാണ്, പക്ഷെ അനുരാഗിൽ ഡാൻസ് ചെയ്യുമ്പോൾ ഡാൻസറാണ് ചെയ്യുന്നതെന്ന് തോന്നില്ല. ഇങ്ങനെ വെറുതെ ഇരുന്ന് പുലിങ് കളിക്കുകയാണ്, അങ്ങനെ ഒരു ഇതിലാണ് പോണത്. അപ്പോൾ ഈ റീലിൽ നിന്ന് സിനിമയിലേക്ക് പെർഫോമൻസ് വൈസ് എന്തായിരിക്കും മാറ്റം വന്നിട്ടുണ്ടാവുക കരുതുന്നത്? അതാണ്, ഇപ്പൊ നമുക്ക് റീൽ ചെയ്യുമ്പോൾ ആ ഒരു സ്പേസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ ഒരു ചുമരന്റെ മുന്നിൽ നിന്നിട്ട് നമുക്ക് വേണേൽ റീൽ എടുക്കാം. അല്ലെങ്കിൽ എന്താ പറയാ, അധികം നമുക്ക് അങ്ങനെ മൂവ്മെന്റ്സിന്റെയും കാര്യങ്ങളൊന്നും അധികം വേണ്ടി വരില്ല. ഇപ്പൊ നോർമലി റീലൊക്കെ ചെയ്യുന്ന കണ്ടാൽ ഫേസ് എക്സ്പ്രഷൻസ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ എന്താ പറയാ, മൊത്തം കാണുന്നില്ല, ഫേസ് എക്സ്പ്രഷൻസ് ആണ് എല്ലാവരും എനിക്ക് ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കുക. പക്ഷെ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളിപ്പോ ഒരു വൈഡ് വച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ അഭിനയിക്കണം. ഇപ്പം എനിക്ക് സൂക്ഷ്മദർശിനിയിൽ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് അതാണ്. നമ്മള് ഇപ്പൊ ഈ സിദ്ധാർത്ഥായിട്ടുള്ള സീൻസിലൊക്കെ ബോഡി മൂവ്മെന്റ്, ബോഡി ലാംഗ്വേജ് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇപ്പൊ ഇതങ്ങനെ ഒരു കോമഡി സിനിമയല്ല. അപ്പോ ആകെ കുറച്ച് കോമഡി ഇത് വരുന്നത് ആ ഒരു പാർട്ടിൽ മാത്രമാണ്. അപ്പൊ അത് എത്രത്തോളം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ചിരി വരുള്ളൂ എന്നുള്ളൊരു സാധനം ഉണ്ട്. അപ്പൊ ഞാനും ഇപ്പൊ പൂജേച്ചി ആ കോളിംഗ് ബെല്ലടിച്ച് തിരിച്ചു വരുന്ന സാധനം തന്നെ ആ ഒരു ഇതിലാണ് എല്ലാവരും ചിരിക്കണത്. അപ്പൊ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഫേസിന്റെ ഇതല്ലാതെ, മീൻസ് ഫേസ് എക്സ്പ്രഷൻസ് അല്ലാതെ നമ്മുടെ ഇപ്പം നമ്മളാണ് ഡബ് ചെയ്യുന്നത്. മറ്റേതിലെന്ന് പറയണത് നമ്മൾ ഒരാൾ ചെയ്ത സാധനം എടുത്ത് ചെയ്യണം. ഇതിൽ നമ്മളാണ് ഡബ് ചെയ്യണത്. അപ്പം ആ ഡബിങ് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതെനിക്ക് ശരിക്കും ഫീൽ ചെയ്തു. കാരണം ഞാൻ ആദ്യത്തെ പടത്തില് ഡബ് ചെയ്തതിനേക്കാളും ഓരോ പടം കഴിയുന്തോറും ഞാൻ നന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ സൗണ്ടിലായാലും ഓരോരോ ഡയലോഗ്സ് പറയുമ്പോൾ കുറച്ച് സട്ടിലായിട്ട് പറയണം, അല്ലെങ്കിൽ സൗണ്ട്സിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് ഒക്കെ ഞാനിപ്പോ നന്നായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ്. അതായത് സൂക്ഷ്മദർശിനിയില് നോക്കുമ്പോ മൈക്രോബയോളജിസ്റ്റ് ആണ് നസ്രിയയുടെ ക്യാരക്ടർ. പഠിച്ച ഒരാളാണ്. എങ്ങനെയാണ് പ്രിയദർശിനിയെ പോലെ ഭയങ്കര ഒബ്സർവിങ് സ്കില്ലുള്ള ഒരാളാണ്? ഒബ്സർവ് ചെയ്യാറുണ്ട്. ഞാൻ മൈക്രോബയോളജിസ്റ്റ് ആണെന്നുള്ള കാര്യം അവിടെ എല്ലാവരും അറിയുന്നത് പടം തീരാറായപ്പോഴാണ്. നച്ചു പോലും അറിയുന്നത് പടം തീരാറായപ്പോഴാണ്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാൻ ശരിക്കും മൈക്രോബയോളജിസ്റ്റ് ആണെന്നുള്ളത്. മൈക്രോബയോളജി പഠിച്ചുകൊണ്ട്
അങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു എന്നല്ല, എന്നാലും ഒബ്സർവ് ചെയ്യാറുണ്ട്, ആൾക്കാരെയും കാര്യങ്ങളും ഒക്കെ ഒബ്സർവ് ചെയ്യാറുണ്ട്. പിന്നെ മൈക്രോബയോളജി എന്തായാലും നന്നായിട്ട് ഒബ്സർവ് ചെയ്യണമല്ലോ, എന്നാലും എല്ലാ കാര്യങ്ങളും മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഈ നെസ്രി ആണെന്നുണ്ടെങ്കിലും മമിതയാണെന്നുണ്ടെങ്കിലും ഇവർ നമ്മൾ ഇൻ്റർവ്യൂവിൽ കാണുമ്പോൾ ഭയങ്കര ഹൈ എനർജിയിൽ, ഭയങ്കര ബബ്ലി ആയിട്ട്, ഭയങ്കര എന്താ, അവർ സ്ക്രീനിൽ ഭയങ്കര എനർജിയാണ്. സിനിമയിൽ അല്ല, സ്ക്രീനിൽ. സിനിമയിൽ അവരുടെ ക്യാരക്ടറിനനുസരിച്ചിട്ടാണ്. പക്ഷേ സ്ക്രീനിൽ അവരായി വരുമ്പോൾ അത് ഭയങ്കര എനർജി കൊടുത്ത് ആ ഇൻ്റർവ്യൂ മൊത്തത്തിൽ അവരുടെ ഒരു ഓളം ഉണ്ടായിരിക്കും. അവരോടൊപ്പമാണ് രണ്ട് കോമ്പിനേഷനും വന്നിട്ടുള്ളത്. ഈ ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ കാണുമ്പോൾ ഹസ്ബൻഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഹസ്ബൻഡ് അല്ല, താങ്കൾ തന്നെ പറഞ്ഞിരുന്നു, ഇൻട്രോവേർട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ എൻ്റെ സ്പേസിലേക്ക് ഭയങ്കരമായിട്ട് ഒതുങ്ങി എന്ന് പറയുന്നുണ്ട്. സോ അനുരാഗ് കാണുമ്പോൾ ഭയങ്കര ഒരു എനർജിയിൽ നിൽക്കുന്ന ഒരാളാണ്. അതിനുശേഷം പിന്നീട് ഇൻ്റർവ്യൂസ് കാണുമ്പോൾ എനർജി ലെവലിൽ കുറച്ചുകൂടെ ഒതുങ്ങി, കുറച്ചും കൂടി ഒരു എന്താണ്, ഒതുക്കത്തിലായി പോയ പോലെ ഒരു ഇത് വരുന്നുണ്ട്. ഈ എനർജിയുടെ ഇതെങ്ങനെയാണ് ആക്ച്വലി ഈ സോഷ്യൽ മീഡിയ ആളുകൾ ശ്രദ്ധിക്കുന്നു, ആളുകൾ നമ്മളെ കോമൻറ്റ് ചെയ്യും, ഇങ്ങനെയുള്ള തോട്ടിൽ നിന്നാണ് കുറച്ചുകൂടെ ഒതുങ്ങിപ്പോയത്? അല്ല, അങ്ങനെയല്ല. അത് എന്താ വെച്ചാൽ ഇപ്പം നച്ചു ആയാലും ബേസിലേട്ടനായാലും മമ്മിയൊക്കെ എല്ലാവരും ഭയങ്കര എനർജിയാണ്. ഇപ്പൊ അവര് നമ്മുടെ സെറ്റിൽ എങ്ങനെയാണോ നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യണേ, സെയിം അതുപോലെ തന്നെയാണ് അവർ ഇന്റർവ്യൂവിൽ വന്നിട്ട്. അതായത് അവരായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ അത് ആൾക്കാർ കാണുമ്പോൾ എന്താണ് അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ മോശമായ രീതിയിൽ എന്തിനാ പറയണേന്നും അറിയണില്ല. അപ്പോൾ ഞാനും ഇതേപോലെ അനുരാഗിന്റെ സമയത്ത് എനർജി ഉണ്ടായിരുന്നു, അങ്ങനെയല്ല, ഓക്കെ ആയിരുന്നു. പക്ഷെ അത് പിന്നീട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ വയസ്സൊക്കെ പ്രായം കൂടുമ്പോൾ നമുക്ക് ചിന്താഗതിയിൽ എന്തായാലും മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ വരുന്ന ചേഞ്ചസ് ആണെന്നേ ഉള്ളൂ. അല്ലാതെ ഇൻട്രോവേർട്ട് ആവണം എന്ന് വെച്ചാൽ ആവുന്നില്ല. ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ മാറ്റി ചിന്തിക്കാം, അങ്ങനെ ചിന്തിക്കൂലോ, അങ്ങനെ വരുന്ന മാറ്റങ്ങളേ ഉള്ളൂ. അല്ലാതെ വേണമെന്ന് വെച്ച് ഇൻട്രോവേർട്ടായി അങ്ങനെയല്ല. എല്ലാ സിനിമകളിലും സ്ത്രീകൾ തമ്മിൽ സംസാരിക്കുന്ന സാധനത്തെ കുശുമ്പ് പറയുക എന്നുള്ള പേഴ്സ്പെക്റ്റീവിലാണ് എപ്പോഴും. ആണുങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യവും സ്ത്രീകൾ സംസാരിക്കുമ്പോൾ വളരെ കുശുമ്പ് പറയുന്നു എന്നുള്ള രീതി ഒരു നെറേറ്റീവിലാണ് പലപ്പോഴും സ്ത്രീകൾ ഒരുമിച്ച് കൂടുമ്പോഴുള്ള സംസാരത്തെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ സൂക്ഷ്മദർശിനിയിൽ അത് ഇൻഫർമേഷൻ പാസിംഗ് ആണ്. ഏജന്റ് ഇവിടെ ഇത് വന്നു എന്നുള്ള തരത്തിൽ ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടാണ് അതിനെ ഭയങ്കര അത്തരം രീതിയിലേക്കാണ് അതിനെ അഡ്രസ്സ് ചെയ്യുന്നത്. ഇത് ശ്രദ്ധിച്ചിരുന്നോ ഇത്തരം ഒരു മാറ്റം ഈ സ്ക്രിപ്റ്റിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഈ പടത്തിലുള്ള എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം വേണേ പറയാം എല്ലാവരും ഒരു പണിയില്ലാതെ അവിടെ ഇരുന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ചിന്തിക്കാം. പക്ഷെ ഈ പടത്തിലോട്ട് വരുമ്പോൾ എല്ലാവരും എന്താ പറയാ, അവിടെ നടക്കുന്ന ഒരു കാര്യത്തെ നോക്കിക്കണ്ട് ഒബ്സർവ് ചെയ്ത് ആദ്യം പ്രിയദർശിനിയാണ് അതിലോട്ട് ഇന്നാവണേലും പിന്നെ പ്രിയദർശിനിയുടെ ആ ഒരു ഇൻഫോർമേഷൻ പാസിങ് വഴി നമ്മളെല്ലാവരും ഇന്നായി വരികയാണ്. അപ്പോൾ എന്താ പറയാ, ഒരു കാര്യത്തിനെ നോക്കി ഒബ്സർവ് ചെയ്യുക, ക്യൂരിയസ് ആയിട്ട് അതിന്റെ പിന്നാലെ പോവുക, എങ്ങനെ വേണേലും നമുക്ക് ചിന്തിക്കാം. ഈ പെണ്ണിന് വേറെ പണിയില്ലേ എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. പക്ഷെ അവള് ചെയ്തത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള രീതിയിലും നമുക്ക് ചിന്തിക്കാം. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മളെ എല്ലാത്തിനെയും നല്ലത് മാത്രം കാണാം, അല്ലാണ്ട് ചുമ്മാ കുറ്റം സൊറ പറഞ്ഞിരിക്കുകയാണെന്നുള്ളതിൽ ഉപരി ഇങ്ങനെ ഇതിലെന്ന് വെച്ചാൽ ഈ ഒരു ടീം എന്ന് പറയുന്നത് ശരിക്കും സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നത് ഇവരൊരു PSC പഠിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണ്, നെയ്ബേഴ്സ് ആണ്. ഇവര് എക്സാമിന് പോകണം, PSC എക്സാമിന് പോകണ ഒരു സീൻസ് ഒക്കെ അതിലുണ്ട്. അപ്പം അതിന്റെ കൂട്ടത്തിലാണ് ഇവരുടെ സംസാരവും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അവിടുന്നാണ് ഈ മാനുവൽ എന്ന് പറയുന്ന ഒരാൾ വരുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഇവര് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുന്നത്. ശരിക്കും എൻ്റെ ഒരു ഇത് വെച്ചാണെങ്കിൽ നല്ലൊരു കാഴ്ചപ്പാടാണ്. അതായത് അവിടെ വരെ കൊണ്ടുവരുന്ന ആ ഒരു മാറ്റത്തിന് കൊണ്ടുവരാൻ സാധിച്ചത് നല്ലൊരു ഇതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. തുടക്കത്തിൽ നിന്ന്, അതായത് അനുരാഗിൽ നിന്ന് ഇന്ന് സൂക്ഷ്മദർശിനി വരെ എത്തുമ്പോൾ പേഴ്സണാലിറ്റിയിലും അതുപോലെ തന്നെ ശാരീരികപരമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് വണ്ണം വെച്ചു എന്നുള്ളതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അനുരാഗിലോ മറ്റോ എന്നെ തന്നെ കാണുമ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ ഇൻസെക്യൂർ ആവുമ്പോഴും ഈ റീലിൽ നിന്ന് വന്ന അതായത് മൊബൈൽ സ്ക്രീനിൽ ഇത് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരാളാണ്. കോമന്റ്സ് ഈ വരാറുണ്ടല്ലോ, ഈ മെലിഞ്ഞിരിക്കുന്നു, ഇത്തരത്തിലുള്ള ബോഡി ഷെയിം കമന്റുകൾ സത്യത്തിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, സത്യമായിട്ട് തന്നെ നന്നായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത്. ഇപ്പം അല്ല, ആ ഒരു സമയത്ത്. അതെന്താ വെച്ചാൽ
ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് എത്തിയ സമയത്ത് ഇപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമയിലായാലും ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതിലോട്ട് എത്തുമ്പോഴും അല്ലെങ്കിൽ അനുരാഗ് ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ റീല് ചെയ്യണ സമയത്തൊക്കെ ആൾക്കാർ പറയാൻ തുടങ്ങി, ഇതെന്താ ഇങ്ങനെ മെലിഞ്ഞിരിക്കണേ, ഭയങ്കര മോശമായിട്ട് പറയാൻ തുടങ്ങും. അതിപ്പോ എൻ്റെ വീട്ടുകാരൊക്കെ പറയണതൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ല. അമ്മ എല്ലാവരും, അച്ഛനായാലും അമ്മയായാലും അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരായാലൊക്കെ പറയണത് ഞാൻ ചെറുപ്പം തൊട്ടേ കേട്ട് വരുന്ന സാധനമാണ്. അതുകൊണ്ട് എനിക്കത് അത്ര വലിയ അഫക്റ്റ് ചെയ്യില്ല. പക്ഷെ ഇത് നമ്മളെ ഒട്ടും അറിയാത്ത ഒരാള് നമ്മളെ വന്നിട്ട് നമ്മുടെ ബോഡീനെ പറ്റിയിട്ട് വേണ്ടാത്ത രീതിയിലും അതുപോലെ ഭയങ്കര നമുക്ക് ഹേർട്ടാവുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ നന്നായിട്ട് ഹേർട്ടായിട്ടുണ്ട് ആ സമയത്ത്. അപ്പൊ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് ഞാൻ ഭയങ്കരമായിട്ട്. അപ്പൊ എൻ്റെ അടുത്ത് പീപ്പിൾ എനിക്ക് എന്താ വട്ടാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അവര് പറഞ്ഞോട്ടെ, നീ നിന്റേതായ രീതിയിൽ നിൽക്കി എന്നുള്ള ഇതായിരുന്നു. പി ആയിരുന്നു നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് വണ്ണം വയ്ക്കാനുള്ള ശ്രമങ്ങൾ കുറവായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ എനിക്ക് തന്നെ തോന്നി എന്തേലും ഒരു വാശി വന്നു, എന്തേലൊക്കെ എനിക്ക് ചേഞ്ചസ് കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ പിന്നെ ജിമ്മിന് പോകാൻ തുടങ്ങി, വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങി. നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു. ചുമ്മാ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ വെയിറ്റ് കുറക്കാനും വെയിറ്റ് കൂട്ടാനും നല്ല കഷ്ടപ്പാടാണ്. അതുകൊണ്ട് അങ്ങനെ. എപ്പോഴെങ്കിലും ഇത് കോൺഫിഡൻസിനെ ബാധിച്ചിട്ടുണ്ട് ഒരു പബ്ലിക് അപ്പിയറൻസ് നടത്തുമ്പോൾ? എനിക്ക് ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഇടുന്ന ഡ്രസ്സിലായാലും എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടാൽ എനിക്ക് ഓക്കെ ആയിരിക്കുമോ, ആൾക്കാര് ഇപ്പൊ ആരെങ്കിലും തന്നെ എന്തേലൊക്കെ നോട്ടം മാറിയാൽ തന്നെ ഇങ്ങനെ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ ആക്കിയാൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഇൻസെക്യൂർ ആവും. അത് എൻ്റെ കോൺഫിഡൻസിനെ നന്നായി ബാധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് തന്നെ ഒരു കമന്റ് ഞാൻ എന്തോ കണ്ടായിരുന്നു, ഇവളൊക്കെ ആരെയും മലയാള സിനിമയിൽ എടുത്തേ, ഇതിനെ കാണാൻ എന്താ കൊള്ളൂല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു കമന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിതിങ്ങനെ വായിച്ചിരുന്ന് കരയാം. അപ്പൊ എൻ്റെ അടുത്ത് പീപ്പിൾ, നീ എന്തിനാ അത് ആലോചിക്കണേ, നീ എത്തിയത് ഇവിടെ വരെ എത്തിയത് എങ്ങനെയാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം, നിന്റെ എഫേർട്ടിന്റെ ഇതായിട്ടാണ് നീ ഇവിടെ വരെ എത്തിയത്. അപ്പോൾ നിന്റെ അതായത് മെലിഞ്ഞവർക്ക് എന്താ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ലേ, അതെ വണ്ണമുള്ളവർക്കും ഭയങ്കര ബോഡി ഷേപ്പുള്ളവർക്കും മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ പാടുള്ളൂ എന്നൊന്നും ഇല്ലല്ലോ. ഇങ്ങനെയുള്ള ആൾക്കാരും വരണ്ടേ സിനിമയിലോട്ട്, ഇങ്ങനെയുള്ള ആൾക്കാർക്കും അവസരം വേണ്ടേ, ആ ഒരു തോട്ടാണ് പിന്നെ ഇങ്ങനെ ഇവിടം വരെ എത്തിയത്. എപ്പോഴും സംസാരിക്കുമ്പോൾ ചേട്ടനെ പറ്റിയിട്ടും പിപ്പിനെ പറ്റിയിട്ടും എപ്പോഴും പറയാറുണ്ട് സപ്പോർട്ടീവാണ് എന്നുള്ള തരത്തിലൊക്കെ. 15 വർഷം നൃത്തം പഠിച്ചിട്ടുള്ള ഒരാളാണ്. ഈ ജേണിയിൽ ഇവിടെയൊക്കെ ഏറ്റവും ശക്തമായി നിന്നിട്ടുള്ള ഒരു പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയും? ഏത് ഒരു സിറ്റുവേഷനിലാണ് ഏറ്റവും കൂടുതൽ ഇവരെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അതായത് എപ്പോഴും കൂടെ ഉണ്ടാവും, പക്ഷെ എന്താ പറയാ, ഇപ്പം ഈ ഒരു സ്റ്റേജിൽ എൻ്റെ ഏറ്റവും ബാക്ക് ബോണായി നിൽക്കുന്നത് എൻ്റെ ചേട്ടനും പിയും തന്നെയാണ്. എല്ലാവരും വീട്ടുകാരും ഉണ്ട്, എന്നാൽ പോലും എനിക്ക് ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കണേൽ ഞാൻ ആദ്യം പോയി ചോദിക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെ അടുത്തായിരിക്കും. ഇപ്പോൾ പിയുടെ അടുത്തേക്കും അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്കും രണ്ടുപേരുടെ ഒരു ഡിസിഷൻ കേട്ടിട്ട് മാത്രമേ ഞാനൊന്ന് ചെയ്യാറുള്ളൂ. എൻ്റെതായ ഡിസിഷൻ ഞാൻ പറയും, അത് അവർക്ക് കൂടെ ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആയിരിക്കും, കുഴപ്പമില്ല നീ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കോൺഫിഡൻസ് ആണ്. അപ്പോൾ അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും, എല്ലാം എന്നല്ല ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര പ്രൗഡാണ് അഖിലയുടെ കാര്യത്തിൽ. ഞാൻ പോസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ കൺഗ്രാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ഇത്ര ഇതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഈ ഭയങ്കര ബോണ്ടിൽ? ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. അതായത് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള രീതിയല്ല, നേരെ മറിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുമില്ല ഞങ്ങൾ ഹസ്ബൻഡ് വൈഫ്. ഞാൻ പറയാറുണ്ട് പി ഞാനൊരു ഭാര്യയൊക്കെ ആണു, ആ വീടൊക്കെ ഭാര്യ എന്നുള്ള വീടൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ ആരെങ്കിലും അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേ ഇതെൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ ഞാൻ ഭാര്യ, ഓക്കെ ഞാൻ ഭാര്യയാണ്, അല്ലെങ്കിൽ ഇതെൻ്റെ ഭർത്താവ് അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ അയ്യോ അങ്ങനെയാണല്ലേ. പക്ഷെ നമ്മൾ ലൈക്ക് ഭയങ്കര ഫ്രണ്ട്സാണ് നമ്മൾ. എന്തും ഓപ്പണായിട്ട് തുറന്നു പറയാൻ പറ്റുന്ന, എന്ത് കുരുത്തക്കേടും കാണിക്കാൻ പറ്റുന്ന, ഞാൻ ഭയങ്കര കുരുത്തക്കേടൊക്കെ കാണിക്കിടയ്ക്കിടയ്ക്ക്. അപ്പം അതിനൊക്കെ കണ്ട് അങ്ങനെയല്ല, നല്ലത് പറഞ്ഞു തന്ന്, മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ മുഖത്ത് നോക്കി പറയും. അങ്ങനെയുള്ള നല്ലൊരു ബോണ്ട് ഞങ്ങളുടെ ഇടയിലുണ്ട്. അതാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നൃത്തം എങ്ങനെയായിരിക്കും കോൺഫിഡൻസിനെ സഹായിച്ചിട്ടുള്ളത്? 15 വർഷം എന്ന് പറയുമ്പോൾ വലിയൊരു ജേർണിയാണ്. സ്കൂൾ കലോത്സവങ്ങളിൽ ഒബ്വിയസ്ലി പങ്കെടുത്തിട്ടുണ്ടാവും, സ്കൂളിൽ നിന്ന് തന്നെ ഈ ബോഡിയുടെ പേരിൽ ഇത് കേട്ടിട്ടുണ്ടാവും. സോ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണത് കോൺഫിഡൻസ്? ഇവിടെ വരെയുള്ള ജേർണിയിൽ എങ്ങനെയായിരിക്കും ഇത്? ഡാൻസ് ആക്ച്വലി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്.
അപ്പോൾ ഈ സ്കൂൾ കലോത്സവത്തിന്റെ കേസ് വരികയാണെങ്കിൽ തന്നെ ഈ മെലിഞ്ഞിരിക്കുന്ന കാരണം കൊണ്ട് ആരും സെലക്ട് ചെയ്യില്ല. അതായത് കാണാൻ കുറച്ചൊരു ഇങ്ങനെയൊക്കെ വേണം. ഇപ്പോൾ ഗ്രൂപ്പായിട്ട് ഇപ്പോൾ ഗ്രൂപ്പ് ഡാൻസ് അല്ലെങ്കിൽ തിരുവാതിര, ഞാൻ മെയിനായിട്ട് തിരുവാതിരയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കോളേജിലൊക്കെ, യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്. അപ്പം അങ്ങനെയാണെ പോലും തിരുവാതിരയിൽ എടുക്കുകയാണെങ്കിൽ പോലും ഫ്രണ്ടിലൊന്നും കൊണ്ടുപോയി നിർത്തൂല, വേദിയിൽ സൈഡിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ഓക്കെ ഈ ഇങ്ങനെയാകുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല, കളിക്കും എന്നറിയാം, കളിക്കുന്നോണ്ട് മാത്രം ഒഴിവാക്കൂല, അതാണ് റീസൺ. പക്ഷെ എങ്ങനെയും ഒന്ന് തട്ടിക്കൂട്ടി എങ്ങനെയല്ലോ എവിടെയെങ്കിലൊക്കെ എങ്ങനെ അധികം ശരീരം മനസ്സിലാവാത്ത രീതിയിൽ മെലിഞ്ഞിട്ടായോണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ അതെന്താ അങ്ങനെ എല്ലാവർക്കും വേണ്ടത് നല്ല സൈസ് ഉള്ള അങ്ങനെ കാണാൻ അങ്ങനെ കുറച്ച് വണ്ണമുള്ള ആൾക്കാരെയാണ് ഫ്രണ്ടിൽ നിർത്താനും കാണാനും ഒക്കെ. ഇപ്പൊ ജഡ്ജസ് ഒക്കെ നോക്കുന്നത് അതാണ്, ആകാര ഭംഗിയൊക്കെ നോക്കിയിട്ടാണ് മാർക്ക് ഇടുന്നത്, അങ്ങനെയൊക്കെയാണ് പറയാ. അപ്പോൾ ആ സമയത്തൊക്കെ വിഷമം ഉണ്ടാവും, പക്ഷെ എന്നാലും പോട്ടെ ഉണ്ടല്ലോ, ഒഴിവാക്കിയിട്ടൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ സമാധാനിക്കും. അതിനുള്ള ഇഷ്ടം കൊണ്ടാണ് കൂടുതൽ എന്താ പറയാ സ്റ്റേജ് പെർഫോമൻസ് ചെയ്തതും കുറെ വർഷം പഠിച്ചതും ഒക്കെ. ഡാൻസും എനിക്ക് തോന്നുന്നു ഈ അഭിനയം എന്നുള്ള രീതിയിൽ എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ അഭിനയം എങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിൽ ഡാൻസും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്യാമറയുടെ മുമ്പിൽ നിന്ന് ഷോട്ട് ഓർമ്മയുണ്ടോ? അനുരാഗാണെങ്കിൽ ഞാൻ പറഞ്ഞ ഡാൻസ് കളിക്കുന്ന സീനായിരുന്നു. സിനിമയിലേക്ക് വരുമ്പോൾ ഏതായിരിക്കും? പൂവനില് അത് എൻ്റെ ക്ലോസ് ആണെങ്കിൽ ഞാനും പെപ്പെ ചേട്ടനുള്ള ഡയലോഗായിരുന്നു. എന്തോ അതൊരു വലിയ സീനായിരുന്നു. അപ്പോൾ പെപ്പെ ചേട്ടനാണെങ്കിൽ സെറ്റിലില്ല, വന്നിട്ടില്ല, ഷൂട്ട് തുടങ്ങി 10 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. ഞാൻ പുള്ളീനെ കണ്ടിട്ടില്ല, അതിന് മുന്നേ ഗ്രൂമിങ് വെച്ചപ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല, അപ്പോൾ എനിക്ക് പരിചയമില്ല, നേരിട്ട് അന്നാ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ അയ്യോ എനിക്ക് നല്ല ടെൻഷനുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ആക്ടറിൻ്റെ കൂടെ അഭിനയിക്കാൻ പോണത്. ആ ടെൻഷൻ കാരണം ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. അപ്പോൾ പെപ്പെ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ നിന്റെ പ്രശ്നം, നീ എന്താ? ഞാനല്ല, എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്നിട്ട് പുള്ളി എന്നെയും കൂട്ടി ഇങ്ങനെ തോളി കൈയിട്ട് കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് നമ്മൾ ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നോക്കി എന്നെ കംഫേർട്ടാക്കി, പേടിക്കൊന്നും വേണ്ട നമുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്തത്. പൂവനാണ് അപ്പം ഒരു ബിഗ് സ്ക്രീൻ മൊമെന്റ്. തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ആദ്യം സ്ക്രീനിൽ അഖില വരുമ്പോൾ എങ്ങനെയായിരുന്നു? PP ഒക്കെ ഉണ്ടായിരുന്നു കൂടെ? എല്ലാവരും ഉണ്ടായിരുന്നു. ആ മൊമെന്റ് ഭയങ്കര അടിപൊളി മൊമെന്റ് ആണ്. സ്ക്രീനിൽ നമ്മളെ കാണുക, നമ്മുടെ പേര് എഴുതി, കാസ്റ്റിന്റെ ലിസ്റ്റുള്ള പേര് അഖില ഭാർഗവൻ, വീണ അങ്ങനെ എഴുതി കാണിക്കുന്നതും ഒക്കെ ഒരു അടിപൊളി മൊമെന്റ് ആണ്. ഇപ്പം നമ്മളിവിടെയായിരുന്നു പടം കണ്ടത്. ഇപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് ഫാമിലി ആയിട്ട് നാട്ടിൽ പോയിട്ട് ഫാമിലിയുടെ കൂടെ ഇരുന്ന് കാണും. അപ്പൊ ഇങ്ങനെ എനിക്ക് ഭയങ്കര അഭിമാനമാണ്, അച്ഛനും അമ്മയും ഇവിടെ ഇരിക്കുമ്പോ അവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ സ്ക്രീനിൽ പണ്ട് ലാലേട്ടനെയും മമ്മൂക്കേനെയും ഇവരൊക്കെ ഇങ്ങനെ TV-യിൽ കണ്ട് ശീലിച്ച ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഇപ്പം പ്രേമലു കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും സൂക്ഷ്മദർശിനി കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളുടെ ബോണ്ട് ഭയങ്കര എവിഡൻ്റ് ആണ്. ഇപ്പം ഇന്നലെ ലുലുവിൽ പോയിരുന്നു, അതിനുശേഷം ഇൻ്റർവ്യൂസിലാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഈ സ്ക്രീനിനപ്പുറത്തേക്ക് ഓഫ് സ്ക്രീനിന് എങ്ങനെയാണ് ഈ ബോണ്ട് നിലനിർത്തുന്നത്? അതോ അതിലും ഒരു മടിയുള്ള ആളാണോ? അല്ല, മടി ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് ഫോൺ കോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ആരെയും അങ്ങനെ വിളിക്കാറോ സംസാരിക്കാറൊന്നുമില്ല. എനിക്ക് ഭയങ്കര മടി. ഇപ്പം ആരുടെയും ഫോൺ വരുമ്പോൾ ഫോൺ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ തന്നെ ഞാൻ എടുക്കൂല. എന്നിട്ട് അത് കട്ടായിട്ട് ഞാൻ മെസ്സേജ് അയക്കും, എന്താ വിളിച്ചേ, ഞാൻ കണ്ടില്ലായിരുന്നു, അങ്ങനെയൊക്കെ. അപ്പം പക്ഷെ എല്ലാവരുമായിട്ടും നമ്മൾ ഇപ്പം മമിത, നസ്ലിൻ, സംഗീതേട്ടൻ, ശ്യാമേട്ടൻ എല്ലാം ഇന്നും കൂടെ ഞാൻ ശ്യാമേട്ടൻ കണ്ടിട്ട് വന്നേയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണും, സംസാരിക്കും. ഇപ്പം വരാൻ പറ്റില്ലെങ്കിൽ നമ്മൾ മെസ്സേജിലൂടെ ഞങ്ങൾ സംസാരിക്കും. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറയും. ഞങ്ങൾ ചായ കുടിക്കാൻ പോകും, ഇവിടെ ഉണ്ടാകുമ്പോൾ ചായ കുടിക്കാൻ പോകും, ഫുഡ് കഴിക്കാൻ പോകും. ഇപ്പം ശ്യാമേട്ടനായാലും ഗോപിക്ക് ചേച്ചി ആയാലും ശ്യാമേട്ടൻ്റെ വൈഫ് ഗോപി ചേച്ചി ആയാലും എല്ലാം നമ്മളൊരു ഫാമിലി പോലെയാണ്. ഇപ്പം സംഗീതേട്ടനും സംഗീതേട്ടൻ്റെ വൈഫ് മാളും ഒക്കെ ആയിട്ട് എല്ലാവരും അങ്ങനെ ഒരു ഫാമിലി പോലെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി സൂക്ഷ്മദർശനിലോട്ട് വരികയാണെങ്കിൽ ഇപ്പോഴാണ് കുറച്ചും കൂടി എല്ലാവരുമായിട്ടൊന്ന് ബോണ്ടായത്. ഇപ്പോൾ ഈ പ്രൊമോഷൻ ടൈമിൽ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചുണ്ടാവുന്നു. ആ സമയത്ത് തമാശകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ ഒരു ഫണ്ടിന് വേണ്ടി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയിൽ വന്നിട്ട് അയ്യോ എനിക്ക് ഇത് നടന്നല്ലോ എന്ന് തോന്നിയിട്ടുള്ള, അതായത് ഇപ്പോൾ ഏതെങ്കിലും ആക്ടറിനെ കാണണം എന്നാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടി, മോഹൻലാലൊക്കെ എല്ലാ മനുഷ്യരുടെയും ഒരു ഫേവറേറ്റ് ഫാൻ മൊമെൻ്റ് ഒക്കെ ആയിരിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ വന്നതുകൊണ്ട് ഞാനിത് സാധിച്ചു എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാവും?
സാധിച്ചു എന്ന് പറയാൻ പറ്റുന്നില്ല. സാധിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം, എനിക്ക് ഇന്ദ്രൻ ചേട്ടനെ നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആക്ടറാണ് ഇന്ദ്രൻ ചേട്ടൻ. അപ്പോൾ നമ്മുടെ പ്രേമലൂല് ഇന്ദ്രൻ ചേട്ടൻ്റെ മോൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത്, മഹേന്ദ്രൻ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ചേട്ടാ എനിക്കിങ്ങനെ ഇന്ദ്രൻ ചേട്ടൻ എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്, കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് പറയൂ. അപ്പോൾ ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറയും. പക്ഷെ ഇതുവരെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. എനിക്ക് നേരിട്ട് കണ്ട് ഒന്ന് ഫോട്ടോ എടുക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത് ഇന്ദ്രൻ ചേട്ടനായിട്ടാണ്. ഇപ്പോൾ പ്രേമലു 2 ഭയങ്കര ഡിസ്കഷനാണ്. പ്രേമലു ഫസ്റ്റ് ഭയങ്കര ഹിറ്റായിരുന്നു, ഭയങ്കര ഒരു വൈഡ് അപ്രീസിയേഷൻ കിട്ടിയതാണ്. പ്രേമലു 2 എങ്ങനെയായിരിക്കും? അറിയില്ല, ഒന്നും അറിയില്ല. പ്രേമലു 2 ഷൂട്ട് ഇപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഇയർ പകുതിയൊക്കെ ആകുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അങ്ങനെയാണ് അറിഞ്ഞത്. വേറൊരു കാര്യം അറിയില്ല, ഒന്നും അറിയില്ല. അവർ പ്രീ പ്രൊഡക്ഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകണോ, അങ്ങനെ ആ ഒരു സ്റ്റേജിലാണ്. ഇപ്പോൾ ഒരു പയ്യന്നൂർക്കാരി ഒരു പെൺകുട്ടിയിൽ നിന്ന് തിരിഞ്ഞ് ഇപ്പോൾ ഒരു ഫിലിം സ്റ്റാറാണ്, തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ താങ്ക്ഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് എന്തായിരിക്കും? ഈ മൊമെന്റ് തന്നെ ഭയങ്കര താങ്ക്ഫുള്ളാണ് എല്ലാവരുമായിട്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ അത്രയും നാട്ടുമ്പുറത്തുനിന്ന് അത്രയും എന്താ പറയാ നാടനായിട്ടുള്ളൊരു പെൺകുട്ടി ഇന്ന് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എന്താ പറയാ ഭയങ്കര ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഒട്ടും എക്സ്പെക്ട് ചെയ്തൊരു സ്റ്റേജിലല്ല, ഞാൻ പ്രതീക്ഷിച്ച ഒരു സ്റ്റേജിലല്ല ഞാനിപ്പോൾ നിൽക്കുന്നത് പോലും. ഒരിക്കലും ഇവിടെ എത്തുമെന്ന് വിചാരിച്ചതുമല്ല. ഞാൻ വല്ല ജോലിയൊക്കെ എടുത്ത് വല്ല മൈക്രോബയോളജിസ്റ്റൊക്കെ ആയി വല്ല ലാബിലൊക്കെ വർക്ക് ചെയ്തിരിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ എന്നെ പറ്റി തന്നെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം എൻ്റെ ലൈഫ് വേറെ ഒരു നല്ലൊരു രീതിയിലോട്ട് മാറിയിട്ടുണ്ട്. അതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്, ഭയങ്കര ഹാപ്പിനെസ്സും ഉണ്ട് അതിൽ. ഈ മൊമെന്റിൽ ഇരിക്കുമ്പോഴും ഇത്ര ഗ്രേറ്റ്ഫുൾ ആണെന്ന് പറയുമ്പോഴും ഇപ്പോഴും കാസ്റ്റിംഗ് കോളിനൊക്കെ അയക്കാൻ മടിയുണ്ടോ? ഇല്ല, ഞാൻ അയക്കാറുണ്ട്. ഞാൻ പ്രേമലിന് ശേഷവും ഞാൻ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാറുണ്ട്. ഈവൻ സൂക്ഷ്മദർശിനി പോലും ഞാൻ ഓഡീഷനിലൂടെയാണ് വന്നത്. ഇപ്പോഴും ഞാൻ ഓഡീഷൻ കൊടുക്കുന്നുണ്ട്, ഓഡീഷന് പോകുന്നുണ്ട്, അറ്റൻഡ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പടത്തിലൂടെ എല്ലാവരും എന്നെ തിരിച്ചറിയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഓഡീഷൻസിന് അയക്കാതിരിക്കുക അതൊന്നുമില്ല. കാരണം എൻ്റെ ആവശ്യമാണ് പടം ചെയ്യണം എന്നുള്ളതും നല്ല പടങ്ങൾ ചെയ്യണം എന്നുള്ളതും നല്ല ആൾക്കാരെ പരിചയപ്പെടണം എന്നുള്ളതും ഒക്കെ എൻ്റെ ആവശ്യമാണ്. അപ്പൊ ഞാൻ തന്നെ അതിനൊരു എഫേർട്ട് ഇടണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചുകൂടി സീരിയസ് ആണ് ഇപ്പോൾ പ്രൊഫഷണൽ ആണ്. എന്താണ് ഇനി പുതിയ പ്രോജക്റ്റുകൾ, പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? പുതിയത് ഇനിയിപ്പോൾ ഷൂട്ട് തുടങ്ങാനിരിക്കുന്നത് മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ബിജു മേനോൻ ചേട്ടൻ ചെയ്യണം. അവറാച്ചൻ ആൻഡ് സൺസ് എന്ന് പറഞ്ഞ പടമാണ്. ഇന്നാണ് അതിന്റെ പൂജ കഴിഞ്ഞത്. അപ്പൊ അതിന്റെ ഷൂട്ട് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഡാൻസിന്റെ കാര്യത്തിന് എങ്ങനെയാണ്? ഡാൻസിന് ഉണ്ടോ? ഡാൻസ് ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ടാണുള്ളത്. കാരണം എന്താ വെച്ചാൽ കുറച്ച് ബാക്ക് പെയിൻ ഇഷ്യൂസ് അങ്ങനെയൊക്കെ വന്നു. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ഇനി വീണ്ടും തുടങ്ങണം. പക്ഷേ ഡാൻസ് ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. ഇപ്പൊ എന്ത് ലോ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിലും ചുമ്മാ ഒരു പാട്ട് വെച്ച് ഡാൻസ് കളിക്കുക, അത് റെക്കോർഡ് ചെയ്യുക, എന്നിട്ട് ഞാൻ തന്നെ ഇരുന്ന് കാണുക, ഇതൊക്കെയാണ് എൻ്റെ ഭയങ്കര ഹൈ കിട്ടുന്ന സാധനങ്ങൾ. ചുമ്മാ ഏതെങ്കിലും പാട്ടിന് എക്സ്പ്രഷൻസ് കൊടുത്ത് ചെയ്യുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഹൈ തരുന്ന സാധനം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യും. ഇനി വീണ്ടും ഒന്നുകൂടെ ഡാൻസിലോട്ട് സീരിയസ് ആയിട്ട് നോക്കണമെന്നുണ്ട്. നമ്മൾ ഈ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുമ്പോൾ പിയുടെ കാര്യം ചോദിക്കാണ്ട് ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല. ആൾക്ക് സിനിമ ഭയങ്കര അഭിനയം ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പലയിടത്തും. അപ്പോൾ അനുരാഗിലാണെന്നുണ്ടെങ്കിലും പ്രേമലുവിലാണെന്നുണ്ടെങ്കിലും പുള്ളി വന്നിട്ടുണ്ട്. പുള്ളിയുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? സിനിമയിൽ പുള്ളി ആക്റ്റീവ് ആവാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ? അറിയില്ല. പുള്ളിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ പുള്ളി എന്താ പറയാ, ഇപ്പൊ ഒരു പ്രൊഫഷൻ ഉണ്ടല്ലോ, അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറാണ്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കും ആയിരിക്കാം. എനിക്ക് അറിയില്ല എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ്. എന്തെങ്കിലും ചാൻസ് ഒക്കെ വന്ന് അഭിനയിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ ഒരു സിനിമ മെയിനായിട്ട് എടുക്കണം, സിനിമയിലോട്ട് വന്ന് അങ്ങനെ ഒരു ഇതില്ല. എന്തെങ്കിലും നല്ലത് വന്നാൽ ചെയ്യാം, അങ്ങനെയാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.